പയ്യന്നൂരിലെ CPM ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ സമരത്തിലേക്ക്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തും. തന്നെ അനുകൂലിച്ചവരുടെ വാഹനം കത്തിച്ചതടക്കമുള്ള അതിക്രമങ്ങളിൽ പോലീസ് നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുഞ്ഞികൃഷ്ണൻ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നത്. വിജേഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. വിജേഷ്, കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ അവിടെ പലതരത്തിലുള്ള അക്രമങ്ങളും ഉണ്ടായിരുന്നു. ഒരാളുടെ ബൈക്ക് കത്തിക്കുന്നതടക്കം, അതായത് കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച ആളുടെ ബൈക്ക് കത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നും ഇതുവരെ പോലീസിന്റെ അന്വേഷണം കാര്യമായി മുന്നോട്ട് നീങ്ങിയിട്ടില്ലേ? കഴിഞ്ഞ ജനുവരി 26-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്നാണ് CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമെടുക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കുഞ്ഞികൃഷ്ണന്റെ വീട്ടിന് മുന്നിൽ ഒരു പ്രകടനം നടന്നിരുന്നു. ആ പ്രകടനത്തിന് നേതൃത്വം നൽകിയ വി പ്രസന്നൻ എന്ന് പറയുന്ന കുഞ്ഞികൃഷ്ണന്റെ അയൽവാസിയുടെ ബൈക്കാണ് അന്ന് രാത്രി വീട്ടിന് സമീപത്ത് വെച്ച് കത്തിച്ചത്. അത് കുഞ്ഞികൃഷ്ണന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് പ്രസന്നന്റെ വീട്. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ബൈക്ക് അവിടെ നിന്ന് മാറ്റിയിട്ടിട്ടാണ് പൂർണ്ണമായി കത്തിച്ചത്. ഇതിന് പിന്നാലെ ഈ സംഭവം സംബന്ധിച്ച് പ്രസിഡന്റ് അടുത്ത ദിവസം തന്നെ കേസ് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിനകത്ത് പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഇത് സംബന്ധിച്ച് യാതൊരു തെളിവും പോലീസിന് ഹാജരാക്കാനായിട്ടില്ല. CPM നേതാവായിട്ടുള്ള P. ജയരാജൻ ഈ സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം, അതായത് ബൈക്ക് കത്തിച്ചതിൻ്റെ അടുത്ത ദിവസം പ്രസന്നനെ ഉൾപ്പെടെ കണ്ടിരുന്നു. സംഭവത്തിനകത്ത് പോലീസിന്റെ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകുമെന്ന് P. ജയരാജൻ അന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്രയും ദിവസം, ഒരു മാസത്തിലധികം പിന്നിട്ടിട്ടും ഈ സംഭവത്തിനകത്ത് പ്രതികളെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. തുടർന്ന് പോലീസിനോട് ഈ കേസന്വേഷണത്തിന്റെ എന്താണ് അതിന്റെ അന്വേഷണത്തിന്റെ ഘട്ടം, അല്ലെങ്കിൽ എന്തൊക്കെയായി ഇതിന്റെ അന്വേഷണം എന്നുള്ള കാര്യത്തിനകത്ത് ഒരു വിശദീകരണം പോലീസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ളൊരു സമരത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ ആലോചിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വി കുഞ്ഞികൃഷ്ണന്റെ ഈ പുസ്തക പ്രകാശനത്തിൽ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ VS അനിൽകുമാറിന്റെ വീട്ടിന് മുന്നിൽ റീത്ത് വെച്ച സംഭവം ഉണ്ടായിരുന്നു. പോലീസ് CCTV ഉൾപ്പെടെയുള്ള അവ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതിനകത്തും ഇതുവരെ കുറ്റക്കാരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇക്കാര്യവും കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം പ്രഹസനമാകുന്നു എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണന്റെ പ്രധാനമായ ആരോപണം. അത് ഇത്തരത്തിൽ പോരാ, കൃത്യമായിട്ട് ഇതിനകത്ത് ഉൾപ്പെട്ടവരാരാണ് എന്നുള്ളത് കണ്ടെത്തി പൊതുജനമധ്യത്തിൽ അത് പുറത്തു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ശരി, വിജേഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.